നമസ്കാരം, വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഈ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത്, അമരങ്കാവാണ്. തൊടുപുഴയ്ക്കടുത്ത് കോലാനിയിൽ ഉള്ള അമരങ്കാവ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വൃക്ഷങ്ങൾ ഈ കാവിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും പഴക്കമേറിയ കാവുമാണ്. പണ്ട് കഥകൾ കേട്ടിട്ടുണ്ട്, ഇതിനകത്ത് ധാരാളം ചന്ദനമരങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ആരോ വെട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒരു പട്ടി ചുറ്റിയിട്ട് പോവുകയുണ്ടായി. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ എല്ലാ മരത്തിലും പട്ടായിരുന്നു എന്നൊക്കെ ഒരു കഥ ഈ അമരങ്കാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഐതിഹ്യങ്ങളാണ്. എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഈ കാവിനുണ്ടല്ലോ ഏകദേശം 3 ഏക്കർ സ്ഥലത്താണ് ഈ കാവ് ഇരിക്കുന്നത്. വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമുക്ക് കാലൊക്കെ ഒന്ന് കഴുകി അകത്തേക്ക് പോവാം. കാലുകളൊക്കെ ശുദ്ധമാക്കി നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ കാവില് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നോക്കൂ, ഈ മൺപുറ്റുകളൊക്കെ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ കാണാനുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. വനദുർഗയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. ഇതിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. വനദുർഗ ശ്രീകോവിലിന് മേൽക്കൂര ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതായത് പ്രകൃതിയോട് ഇണങ്ങി മഴ നനഞ്ഞും വെയിലേറ്റും വൃക്ഷങ്ങളുടെയൊക്കെ ഇലകൾ വീണുമൊക്കെ ഉള്ള ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപപ്രതിഷ്ഠകളായിട്ട് ഖണ്ഡാകർണൻ, വീരഭദ്രൻ, യക്ഷി, അന്തിമഹാളൻ, ശാസ്താവ്, ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും ഈ കാവിലുണ്ട്. 3 ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന ഈ കാവ് തൊടുപുഴ ടൗണിന്റെ ഓക്സിജൻ പാർലർ എന്ന് വേണം പറയാൻ. കാരണം ഇവിടെ വന്നാൽ മനസ്സിന് മാത്രമല്ല ആത്മാവിനും നല്ല ശുദ്ധത വന്ന് തണുത്ത് ഇറങ്ങിപ്പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കാവിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ദേവന്മാർ ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തില് രാവിലെ മാത്രമേ പൂജയുള്ളൂ. വൈകുന്നേരങ്ങളിൽ മണ്ഡലകാലത്ത് മാത്രമാണ് പൂജയുള്ളത്. ഈ വള്ളികൾക്കൊക്കെ എത്ര പ്രായമുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇത് ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്ന ദേവസ്വത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ മരത്തിന്റെയൊക്കെ പ്രായം നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ഈട്ടിയും ചന്ദനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാവായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കാവിനോട് വിട പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. കൂടുതൽ കാഴ്ചകളും കൂടുതൽ ക്ഷേത്രവിശേഷങ്ങളും മറ്റു കാഴ്ചകളുമായി വിരാടം വിനോദം അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.